ഇടതുകോട്ടയായ ആറ്റിങ്ങലിൽ തോൽവി എന്തെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സഖാവ് വി ജോയിയാണ് ലോക്സഭാ സ്ഥാനാർത്ഥി. അദ്ദേഹം കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ വിജയാശംസകൾ നേരുകയാണ്. വലിയൊരു ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ സന്തോഷം, അതുപോലെ ആത്മവിശ്വാസം എത്രത്തോളമുണ്ട്? ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പാർട്ടി സഖാക്കളും പാർട്ടി സഖാക്കളുടെ പ്രവർത്തനവും വളരെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് മാറ്റുകൂട്ടും. അതിനാവശ്യമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചതാണ്. അത് ഏതാണ്ടൊരു പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വരികയാണ്. നന്നായിട്ട് ആ സംഘടനാ പ്രവർത്തനത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. എല്ലാ കാലത്തും ആ തെരഞ്ഞെടുപ്പിലൊരു രാഷ്ട്രീയ കാലാവസ്ഥ അത് തന്നെയാണ് സ്വാധീനിക്കുന്നത്. ഇത്തവണത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ആറ്റിങ്ങലിനെ സംബന്ധിച്ച് എത്രത്തോളം എങ്ങനെയാണ്? ഇത്തവണ ഭരണവിരുദ്ധ വികാരമില്ല. ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തി ഉള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമില്ല. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇത് മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെൻറ് മതന്യൂനപക്ഷങ്ങളോട് കാട്ടുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും. ആ മതന്യൂനപക്ഷങ്ങൾ നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ആ പ്രശ്നങ്ങളെ മുൻനിർത്തി അവർ വോട്ട് ചെയ്യും. അത് ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷം പാർലമെൻറ്റിൽ ഉണ്ടാകണം, കൂടുതൽ പേരുണ്ടാകണമെന്നുള്ള അവരുടെ ആ ഒരു അഭിപ്രായം, അതിന് ഇത്തവണ ഏറ്റവും കൂടുതൽ ഒരു അംഗീകാരം ലഭിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് മാറും ഈ തെരഞ്ഞെടുപ്പ്. പ്രധാനമായും ഈ അടൂർ പ്രകാശ് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അത് നാട്ടിലിറങ്ങി നമ്മൾ 10 പേരോട് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളും കൃത്യമായിട്ട് പറയും, ഒരു MP-യുടെ സാന്നിധ്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായിട്ട് പറയും. MP-യുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തത് കേരളത്തിലെ പ്രത്യേകിച്ചും നമ്മുടെ ഈ മണ്ഡലത്തിലെ MLA-മാരാണ്. അപ്പോൾ അതുകൊണ്ട് MP-യുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണത്. വി ജോയ് എന്ന സഖാവ് ജനങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്താണ്. നിയമസഭാംഗം നിലയിൽ താങ്കൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ, ഈ ആറ്റിങ്ങലിലെ ജനങ്ങൾ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. തുടർന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഞങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ആളുകളെ നേരിട്ട് കാണുകയാണ്. ഓരോ സ്ഥലത്തും പോയി ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. അത് എത്രത്തോളം ദിവസം ഞങ്ങൾക്ക് കിട്ടുമോ അത്രയും ദിവസങ്ങൾ ഞങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക്, സമ്മതിദായകരുടെ ഇടയിലേക്ക്, വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങി ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വി ജോയ് ഇപ്പോൾ ഉള്ളത്. ഇടതു തരംഗം ഇവിടെ ഉണ്ട് എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം VS അനുരാഗ്, കൈരളി ന്യൂസ്.